പൊതുജനാരോഗ്യ പദ്ധതികളിൽ കേരളം നമ്പർ 1 എന്ന് അവകാശപ്പെടുമ്പോഴും ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ യഥാസമയം ലഭ്യമാകാതെ ESI ഗുണഭോക്താക്കൾ ദുരിതത്തിലായിരിക്കുന്നു കുറേ നാളുകളായി. ESI ഗുണഭോക്താക്കളായ ക്യാൻസർ ബാധിതർക്ക് ആനുകൂല്യം ലഭ്യമാക്കേണ്ട ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ ഇൻഷുറൻസിന്റെ ഭാഗത്താണ് ഗുരുതര വീഴ്ചയുണ്ട്. ഗർഭിണികൾക്കും കുട്ടികൾക്കും ചികിത്സയുടെ ഭാഗമായി നൽകേണ്ട മരുന്നുകൾ ലഭ്യമല്ലാതായിട്ട് നാളേറെയായി. എന്താണ് ഇതിന് കാരണം? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? റിപ്പോർട്ട് കാണാം. ESI പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജീവനക്കാർക്കും ആശ്രിതർക്കും ചികിത്സയ്ക്കുള്ള മരുന്നുകൾ പരിധിയില്ലാതെ ലഭിക്കും. ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പിടിവിട്ടവർക്ക് ഇതേറെ ആശ്വാസകരമാണ്. എന്നാൽ ഇത്തരം മരുന്നുകൾ രോഗികൾക്ക് യഥാസമയം ലഭ്യമാക്കേണ്ട ESI കോർപ്പറേഷൻ നടപടികളുടെ നൂലാമാലകൾ സൃഷ്ടിച്ച് അനാവശ്യമായ കാലതാമസം വരുത്തുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് പിന്നിൽ. പലർക്കും മരുന്ന് കിട്ടുന്നില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ കോടതിയിൽ പോയി കോടതി ഉത്തരവ് വാങ്ങിച്ചാണ് ഞാൻ മരുന്ന് വാങ്ങിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഫണ്ട് കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഈ തൊഴിലാളികളുടെ തൊഴിലുടമയുടെയും സ്ഥാപനത്തിൻ്റെ ഫണ്ടാണ്. ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഒരു വർഷത്തെ ബഡ്ജറ്റ്. 10-75,000 കോടി രൂപയാണ് മരുന്നിന് ഓരോ വർഷവും ചെലവഴിക്കുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ആളുകൾക്ക് കിട്ടാനുള്ള സംവിധാനം ഇവിടുത്തെ സംവിധാനത്തിൽ നടക്കുന്നില്ല. ഗർഭിണികൾക്കും കുട്ടികൾക്കും ചികിത്സയുടെ ഭാഗമായി നൽകേണ്ട മരുന്നുകൾ ലഭ്യമല്ലാതായിട്ട് നാളേറെയായി. മരുന്നുകൾ സപ്ലൈ ചെയ്ത വകയിൽ കമ്പനികൾക്ക് നൽകേണ്ട വൻതുകകൾ പാസാക്കി നൽകാത്തതിനാൽ കമ്പനികൾ സപ്ലൈ നിർത്തിവെച്ചതാണ് കാരണം. തൊഴിലാളി വിഹിതവും തൊഴിലുടമ വിഹിതവുമായി ലഭിക്കുന്ന തുക കൊണ്ട് മാത്രം നടക്കുന്ന പദ്ധതിയാണെങ്കിലും വകുപ്പിന്റെ മെല്ലെപ്പോക്കും ഉദ്യോഗസ്ഥ അനാസയുമാണ് ഈ അവസ്ഥയ്ക്ക് പിന്നിൽ. രോഗികളെ ഇട്ട് ഓട്ടിക്കുകയാണ്. അവർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട പേപ്പർ വർക്ക്സ് എല്ലാം ഈ രോഗികളെ അവരെ അപ്പം ഇങ്ങനെ 3-4 റൗണ്ടൊക്കെ ഓടുമ്പോൾ മനുഷ്യൻ തളരും. അവനെ ഒരു ക്യാൻസർ ആശുപത്രിയിൽ നിന്ന് നേരെ ESI ഡിസ്പെൻസറി, അവിടുന്ന് നേരെ ഡിംസ് ഡയറക്ടറേറ്റ്, അവിടുന്ന് നേരെ അടുത്ത ഇവരുടെ ഇത് ബോർഡുണ്ട്, ട്യൂമർ ബോർഡ്. ഇവരുടെ അസുഖം ഉണ്ടാകും. അത് കോട്ടയത്തൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. അവിടെ ഈ രോഗി പോകണം. കേരളത്തിൽ നിന്ന് വിളിക്കുമ്പോൾ അവിടെയും പോകണം. ഞാനും പോയി കൊല്ലത്ത്. ഇതിൻ്റെ ഒന്ന് RCC മെഡിക്കൽ കോളേജിൽ നിന്ന് എഴുതിയാൽ പിന്നെ അതിനപ്പുറം ക്യാൻസർ രോഗം ഉണ്ടെന്ന് എഴുതാൻ വേറെ ആരും ഇന്നിപ്പോൾ ഈ ഏഷ്യയിലില്ല. അതങ്ങനെ അവർ തന്നെ അടിച്ചു വച്ചിട്ടുണ്ട് ഇത് മതി എന്ന്. പക്ഷേ അവസാനം എല്ലാ പേപ്പറും റെഡിയാക്കി കൊണ്ട് കൊടുക്കും, പറയും ട്യൂമർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. തുടർ ചികിത്സയ്ക്ക് RCC, മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ വിശദമായ ചികിത്സാ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിലും ട്യൂമർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് വാശി പിടിക്കുന്നതിനാൽ ബോർഡ് യോഗം നടക്കുന്ന കൊല്ലത്തും കോട്ടയത്തും ക്യാൻസർ രോഗികൾ എത്തണം. സംസ്ഥാന സർക്കാരും ഡയറക്ടർ ഓഫ് മെഡിക്കൽ ഇൻഷുറൻസിന്റെ ചുമതലയുള്ള തൊഴിൽ വകുപ്പും ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് രോഗികൾ ആവശ്യപ്പെടുന്നത്. ക്യാൻസർ മരുന്നുകൾക്കായി രോഗികൾ കോടതിയെ സമീപിക്കേണ്ട അവസ്ഥ. അതിന് ശേഷിയില്ലാത്തവർ രോഗത്തിന് കീഴടങ്ങേണ്ട സ്ഥിതി. നടപടിക്രമങ്ങളിലെ നൂലാമാലകളാണ് പലപ്പോഴും ഈ പ്രതിസന്ധികൾക്ക് പിന്നിൽ. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.